ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. സീത ഹനുമാനോട് ചോദിച്ചു, ഹനുമാൻ, ഇതെന്തു പറ്റി? എങ്ങനെ ഇവിടെ വന്നു ചേർന്നു? എന്റെ കുട്ടികളുമായി എങ്ങനെ കണ്ടുമുട്ടി? ഹനുമാൻ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി ദേവിയെ ധരിപ്പിച്ചു. അപ്പോൾ മാത്രമാണ് കുട്ടികൾ തങ്ങളുടെ അച്ഛൻ ശ്രീരാമചന്ദ്രനാണ് എന്ന സത്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ സീതയുടെ നിർദ്ദേശപ്രകാരം കുട്ടികൾ തൽക്ഷണം തന്നെ കുതിരയെ അഴിച്ചുവിട്ടു. പ്രത്യസ്ത്രങ്ങൾ പ്രയോഗിച്ച് മോഹനാവസ്ഥയിലും സ്തംഭനാവസ്ഥയിലും നിന്ന് എല്ലാവരെയും മോചിപ്പിച്ചു. ലക്ഷ്മണനും കുതിരയും സൈന്യവും 3 ദിവസം കഴിഞ്ഞ് യാഗസ്ഥലത്ത് എത്തിച്ചേർന്നു. 4 ദിവസം ഹനുമാൻ ആശ്രമത്തിൽ താമസിച്ചു. അതിനുശേഷം കുട്ടികളെയും കൊണ്ട് നൈമിഷാരണ്യത്തിലേക്ക് യാത്രയായി. പോകും മുമ്പ് നിങ്ങൾ ആരാണെന്ന് അവിടെ അറിയിക്കേണ്ടെന്നും രാമായണം കാവ്യം നിങ്ങൾ അവിടെ പാടണമെന്നും രാജാവ് എന്ത് സമ്മാനം തന്നാലും വാങ്ങരുതെന്നും താപസേന്ദ്രൻ അവരെ ഉപദേശിച്ചു. യജ്ഞം അവിശ്രാന്തം നടക്കുകയാണ്. കുട്ടികൾ എല്ലാം ആശ്ചര്യപൂർവ്വം നോക്കിക്കണ്ടു. ആവാഹന കർമ്മം നടക്കുകയാണ്. മന്ത്രോച്ചാരണങ്ങളുടെ ശബ്ദം നിലച്ചു. ഒരു പൂർണ്ണ ശാന്തത അവിടെ വ്യാപരിച്ചു. ഈ സമയം കുട്ടികൾ രാമായണം കാവ്യം പാടി. മനോഹരമായ ഈ കാവ്യം കേട്ട് രാമൻ കുട്ടികളെ തൻ്റെ അടുത്തേക്ക് ക്ഷണിച്ചു. ഇഷ്ടമുള്ള സമ്മാനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനും പറഞ്ഞു. എന്നാൽ കുട്ടികൾ സമ്മാനങ്ങളൊന്നും സ്വീകരിച്ചില്ല. ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള ഭാഗമാണ് തങ്ങൾ പഠിച്ചിട്ടുള്ളതെന്നും അത് നാളെ പാടാമെന്നും കുട്ടികൾ സമ്മതിക്കുകയാണ്. വിവരമറിഞ്ഞ് സർവ്വ ആൾക്കാരും അവിടെ പിറ്റേ ദിവസം സന്നിഹിതരായി. കുട്ടികൾ രാമായണം പാടി. ഇത് കേട്ട് ഹനുമാനും ലക്ഷ്മണനും പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ട രാമൻ അവരെ അടുത്ത് വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്കറിയാം ഈ കുട്ടികൾ ആരാണെന്ന്? സത്യം പറയാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ലക്ഷ്മണൻ പറയുകയാണ്, ഇത് ശ്രീരാമന് സീതയിൽ ജനിച്ച കുട്ടികളാണ് എന്ന്. അപരാധിയായ ഈ അച്ഛന് നിങ്ങൾ മാപ്പ് തരണം എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് രാമഭദ്രൻ കുട്ടികളെ വാരിയെടുത്തു. ഈ സമയം സീതയെക്കുറിച്ച് അപവാദം പറഞ്ഞ രജകത്തി അവിടെ വന്ന് താൻ തൻ്റെ ഭർത്താവിനെ തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണെന്നും തനിക്ക് മാപ്പ് തരണമെന്നും രാമനോട് അപേക്ഷിക്കുന്നു. നിനക്ക് കുറ്റമൊന്നുമില്ല, പൊയ്ക്കൊള്ളൂ എന്ന് രാമൻ പറയുകയും അവർക്ക് കുറച്ച് ദ്രവ്യം കൂടി കൊടുത്തയക്കാൻ ഭരതനോട് അദ്ദേഹം പറയുകയും ചെയ്തു. അതിനുശേഷം വിമാനത്തിൽ പോയി വാൽമീകി ആശ്രമത്തിൽ നിന്ന് വൈദേഹിയെയും വാൽമീകി മഹർഷിയെയും കൂട്ടിക്കൊണ്ടുവരാനും ആജ്ഞാപിച്ചു. സുമന്ത്രർ വിമാനത്തിൽ പോയി വാൽമീകിയെയും സീതയെയുമായി നിമിഷങ്ങൾക്കകം തിരിച്ചെത്തി. യാഗശാലയിൽ പ്രവേശിച്ച ദേവിയെ കണ്ട് സദസ്സിലിരുന്ന സർവരും എഴുന്നേറ്റ് കൈകൂപ്പി തൊഴുത് സ്വാഗതമരുളി. രാമൻ സീതയോട് മാപ്പിരുന്ന് സീതയെ സിംഹാസനത്തിൽ തൻ്റെ വാമഭാഗത്ത് കൊണ്ടുവന്നിരുത്തി. പിറ്റേ ദിവസം ഈ യജ്ഞവേദിയിൽ കാഞ്ചന പ്രതിമ ഇരുന്ന സ്ഥാനത്ത് സീതാദേവി ഇരുന്ന് യാഗം തുടർന്നു. യജ്ഞാവസാനത്തിലുള്ള അവഭൃത സ്നാനകർമ്മം മാത്രം ബാക്കി നിൽക്കെ സീതയുടെ പരിശുദ്ധി അയോധ്യാനിവാസികൾക്ക് തെളിയിച്ചു കൊടുക്കാനായി സീത ഒരിക്കൽ കൂടി അഗ്നിപ്രവേശം ചെയ്യണമെന്ന് രാമൻ ആവശ്യപ്പെടുന്നു. തനിക്ക് യാതൊരു കളങ്കവുമില്ലെന്ന് അറിഞ്ഞിട്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ധർമ്മപത്നിയെ അഗ്നിയിൽ ചാടിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നു. ഇങ്ങനെ അഗ്നിപരീക്ഷയ്ക്ക് വിധേയയായിത്തീരുന്ന പത്നിക്ക് മരണമൊന്നു മാത്രമേ ആലംബമുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് സീതാദേവി തൻ്റെ അമ്മയായ ഭൂമിദേവിയെ വിളിച്ച് ഉറക്കെ കരഞ്ഞു. താൻ പതിവ്രതയാണെങ്കിൽ അമ്മ തനിക്ക് ഇടം നൽകുക എന്നാണ് ദേവി അമ്മയോട് ആവശ്യപ്പെട്ടത്. പെട്ടെന്നൊരു ഘോര ശബ്ദം അവിടെ മുഴങ്ങി. അതേ തുടർന്ന് ഭൂമി 2ആയി പിളർന്ന് അതിൽ നിന്നും ധരാദേവി സിംഹാസനാരൂഢയായി മേൽപോട്ടുയർന്ന് സീതാദേവിയെ ഒരു കുഞ്ഞിനെ എന്ന വണ്ണം കൈത്തലത്തിൽ വാരിയെടുത്ത് സിംഹാസനത്തിലിരുത്തി ആ പിളർപ്പിൽ കൂടി താഴേക്കിറങ്ങി അധോലോകത്തിൽ അന്തർധാനം ചെയ്തു. എല്ലാവരും വിറങ്ങലിച്ചു നിന്നുപോയി. രാമഭദ്രൻ പശ്ചാത്താപ പരമാംബുധിയിൽ ആമഗ്നനായി. സീത തന്നിൽ നിന്നും എന്നേക്കുമായി അകന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നേത്രങ്ങളിൽ അശ്രുക്കൾ നിറഞ്ഞു. പെട്ടെന്ന് കോപിഷ്ഠനായി തീർന്ന രാമഭദ്രൻ കോദണ്ഡം കയ്യിലെടുത്തു. ധരാദേവിയെ ലക്ഷ്യം വെച്ചു. ഈ സമയം മറ്റാരും കാണാത്ത വിധം ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് രാമനെ അതിൽ നിന്നും വിലക്കി. ശാന്തനായി തീർന്ന രാമഭദ്രൻ യാഗ സമാപന കർമ്മമായ അവഭൃത സ്നാനവും കഴിച്ച് യാഗ സമ്പൂർത്തി വരുത്തി.
അതിനുശേഷം പരിവാര സമേതം ബന്ധുരാജാക്കന്മാരും ഒരുമിച്ച് ദാശരഥി അനുജന്മാരോടും പുത്രന്മാരോടും കൂടി സാകേതപുരി പ്രാപിച്ചു. സുഗ്രീവൻ, വിഭീഷണൻ, ഗുഹൻ ആദിയായ മിത്രങ്ങളെയും ബന്ധു നൃപതികളെയും യഥാചിതം ആചരിച്ച് സമ്മാനങ്ങളും നൽകി ബഹുമാനപൂർവ്വം വിമാനത്തിൽ യാത്രയാക്കി. വിമാനവും അളകാപുരിക്ക് തിരിച്ചയച്ചു. ഹനുമാനും സങ്കടത്തോടെ യാത്ര പറഞ്ഞു പിരിഞ്ഞു. രാമഭദ്രൻ തന്റെ ദുഃഖം പുറത്തു കാണിക്കാതെ രാജ്യം ക്ഷേമൈശ്വര്യങ്ങളോടെ ഭരിച്ചു പോന്നു. അക്കാലത്തിനിടയിൽ മാതാക്കൾ 3 പേരും കാലഗതിയടഞ്ഞ് സ്വർഗലോകം പോകി. പൂർവ്വ സമുദ്രതീരത്ത് ശൈലൂഷന്മാർ എന്നു പേരുള്ള ഒരു വിഭാഗം ദുഷ്ടഗന്ധർവന്മാർ താമസിക്കുന്നുണ്ടായിരുന്നു. അവരെ കൊണ്ടുള്ള ശല്യം വർദ്ധിച്ചപ്പോൾ കേകയാധിപനായ യുധാജിത്ത് അയോധ്യയിൽ സഹായം അഭ്യർത്ഥിച്ചു. ഭരതൻ ഒരു വലിയ സൈന്യവുമായി ചെന്ന് ശൈലൂഷന്മാരെ അമർച്ച ചെയ്ത് അവരെ മുഴുവനും നാമാവശേഷമാക്കി. 5 വർഷം കൊണ്ട് ഭരതൻ മാതുലനായ യുധാജിത്തിന്റെ സഹായത്തോടെ ആ പ്രദേശം ആവാസയോഗ്യവും ഫലഭൂയിഷ്ഠവുമായ ഒരു നല്ല രാജ്യമാക്കി തീർത്തു. കോസലത്തെ ഉത്തര കോസലമെന്നും ദക്ഷിണ കോസലമെന്നും 2ആയി വിഭജിച്ച് ഒന്നിൽ ലവനെയും മറ്റതിൽ കുശനെയും ഈ യുവരാജാക്കന്മാരായി രാമൻ വാഴിച്ചു. ഗന്ധർവന്മാരിൽ നിന്നും പിടിച്ചെടുത്ത ശൈലൂഷ രാജ്യം 2ആയി തിരിച്ച് താരാപഥമെന്നും ചന്ദ്രകാന്തമെന്നും പേരുകൾ നൽകി. അവയിൽ താരാപഥത്തിൽ ഭരതപുത്രനായ അംഗദനെയും ചന്ദ്രകാന്തത്തിൽ ലക്ഷ്മണപുത്രനായ ചന്ദ്രകേതുവിനെയും ഭൂപതിമാരായി അവരോധിച്ചു. ശത്രുഘ്നപുത്രനായ ചിത്രരഥൻ മധുരാപുരി മന്നവനായും അഭിഷേകം ചെയ്യപ്പെട്ടു. ആ 5 രാജ്യങ്ങളിലെയും ഭരണം അതാതിന് അധികാരപ്പെട്ട രാജകുമാരന്മാരിൽ തന്നെ പൂർണ്ണമായി നിക്ഷിപ്തമാക്കുകയും ചെയ്തു. എന്നാലും ഈ 5 രാജ്യങ്ങളുടെയും മേൽക്കോയ്മ രാമഭദ്രനിൽ നിക്ഷിപ്തമായിരുന്നു. ജ്യേഷ്ഠനെ വിട്ടുപിരിയാതെ രാജ്യഭരണ കാര്യത്തിലും മറ്റെല്ലാത്തിലും വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ട് ഭരത, ലക്ഷ്മണ, ശത്രുഘ്നന്മാർ രാമന്റെ കൂടെ തന്നെ അയോധ്യയിൽ താമസിച്ചു. കേന്ദ്ര ഭരണകൂടവും അയോധ്യയിൽ തന്നെ ആയിരുന്നു. അപ്പോഴും രാമരാജ്യം ക്ഷേമരാജ്യമായി ലോകോത്തര പ്രഖ്യാതിയോടെ പരിലസിച്ചുകൊണ്ടിരുന്നു. രാമചന്ദ്രൻ സർവ ഭാരങ്ങളും ഒതുക്കി സായുജ്യപദ പ്രാപ്തി മാത്രം ലക്ഷ്യമാക്കി വാഴുന്ന കാലത്തൊരു ദിവസം യമധർമ്മൻ ഒരു മാമനീന്ദ്രന്റെ വേഷത്തിൽ അയോധ്യയിലെത്തി രാമനെ സന്ദർശിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങയോട് പരമരഹസ്യങ്ങളായ ചില ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ട്. ആയതിനാൽ നാം തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മുറിയിൽ ആരും കടന്നു വരാൻ പാടില്ല. അതിന് വിപരീതമായി ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ ആരു തന്നെയായാലും അവന് വധിക്കാമെന്ന് അങ്ങ് സത്യം ചെയ്യണം. താപസന്റെ നിർബന്ധപ്രകാരം രാമൻ അങ്ങനെ സത്യം ചെയ്യുകയാണ്. അങ്ങനെ ലക്ഷ്മണനെ വിളിച്ച് അകത്തേക്ക് ആരെയും കടത്തിവിടരുത് എന്ന് പറഞ്ഞതിന് ശേഷം അവർ സംഭാഷണം ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുനിയല്ല, യമധർമ്മനാണ്. ബ്രഹ്മദേവന്റെ നിയോഗമനുസരിച്ചാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അങ്ങയുടെ അവതാരത്തിന് ശേഷം 11,000 വർഷങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ അവതാരോദ്ദേശങ്ങളും പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങയിൽ വിലയം പ്രാപിച്ചിരുന്ന വിഷ്ണുമായയായ സീതാദേവിയെ മറഞ്ഞിരിക്കുന്നു. ഈ ഭൂതലവാസം ഉപേക്ഷിച്ച് വൈകുണ്ഠ ലോകത്തിലേക്ക് എഴുന്നള്ളുവാൻ ഇനി ഒട്ടും വൈകരുത്. ഇപ്രകാരം ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പുറത്ത് കാവൽ നിന്നിരുന്ന ലക്ഷ്മണന്റെ അടുത്ത് ദുർവാസാവ് മഹർഷി വന്ന് രാമനെ കാണണമെന്ന് ആവശ്യപ്പെടുകയും എന്നാൽ അല്പസമയം കാത്തു നിൽക്കണം, ഇപ്പോൾ ആരെയും അകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ലെന്ന് മാമുനീന്ദ്രനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കാതെ വേഗം അകത്തുപോയി രാമനോട് വിവരം പറയുകയാണ്. അങ്ങനെ ലക്ഷ്മണൻ ഗത്യന്തരമില്ലാതെ അകത്ത് പ്രവേശിച്ചു. കാര്യമറിഞ്ഞ രാമൻ അപ്പോൾ തന്നെ യമധർമ്മനെ യാത്രയയച്ച ശേഷം ജ്യേഷ്ഠനും അനുജനും കൂടി പുറത്തു വന്നു. എന്നാൽ അവിടെ എല്ലാം നോക്കിയിട്ടും ദുർവാസാവ് മഹർഷിയെ അവിടെയെങ്ങും കണ്ടതുമില്ല. അന്തകന്റെ ഒരു സ്വന്തം പാർഷദനായിരുന്നു ദുർവാസാവായി അവിടെ ആവിർഭവിച്ചത്. സംഭാഷണ മധ്യേ ആര് മുറിയിൽ പ്രവേശിച്ചാലും അവരെ വധിക്കാമെന്ന് രാമൻ സത്യം ചെയ്തിരുന്നു. എന്നാൽ സ്വന്തം അനുജനായ ലക്ഷ്മണനെ വധിക്കാൻ രാമന് ധൈര്യം വന്നില്ല. അദ്ദേഹം ആകെ സങ്കടത്തിലായി. അവസാനം വധിക്കുന്നതിന് പകരമായി ലക്ഷ്മണനെ രാമൻ പുറത്താക്കുകയാണ്. സത്യമെല്ലാം അറിഞ്ഞപ്പോൾ തന്നെ വധിച്ചു കൊള്ളാനാണ് ലക്ഷ്മണൻ രാമനോട് പറഞ്ഞത്. എന്നാൽ രാമൻ അതിന് സാധ്യമല്ലാതെ വന്നതുകൊണ്ടാണ് പുറത്താക്കിയത്. അങ്ങനെ ലക്ഷ്മണൻ ഊർമിളയോട് യാത്ര പറഞ്ഞ് തപസ്സിനായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ ലക്ഷ്മണൻ സരയൂ നദീ തീരത്തെത്തി ബ്രഹ്മധ്യാനത്തിൽ ലയിച്ച് തപസ് ചെയ്ത് സമാധിയടഞ്ഞ് വൈകുണ്ഠം പോകി.
ലക്ഷ്മണന്റെ സ്വർഗാരോഹണ പ്രാപ്തി അറിഞ്ഞ രാമചന്ദ്രൻ വളരെ സങ്കടപ്പെട്ടു. ദേവിയും അനന്തനും പോയി കഴിഞ്ഞു, ഇനി എന്റെ മുറയാണ്. അദ്ദേഹത്തിന്റെ അന്തർമാനസത്തിൽ യാഥാർത്ഥ്യബോധം ഉദയം ചെയ്തു. ശത്രുഘ്ന പുത്രനെയും ഭരത ലക്ഷ്മണ പുത്രന്മാരെയും ദൂതന്മാരെ അയച്ച് തൽക്ഷണം വരുത്തി. വേർപാടിന്റെ പുണ്യദിനം സമാഗതമാകുന്നു. ഭഗവാൻ തന്റെ ഉൾക്കണ്ണുകൾ കൊണ്ടത് കണ്ടു. ഒരു ദിവസം രാമൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, സീതയും ലക്ഷ്മണനും പോയി. ഞാൻ ഇനി രാജാവായി വാഴാൻ ആഗ്രഹിക്കുന്നില്ല. സരയൂ നദീകൂലം പ്രാപിച്ച് അന്ത്യവിശ്രമം തേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുത്രന്മാർ അവരവരുടെ രാജ്യം ജനക്ഷേമകരമായി ഭരിച്ച് കീർത്തിയും ഐശ്വര്യവും വർദ്ധിപ്പിക്കട്ടെ. ഭരതൻ ഒരു മേൽക്കോയ്മയായി എന്റെ സ്ഥാനത്ത് ഇവിടെ വാഴണം. ശത്രുഘ്നൻ അവനെ സഹായിക്കണം. എന്നാൽ ഭരതനും ശത്രുഘ്നനും രാമനെ പിരിയാൻ തയ്യാറല്ലായിരുന്നു. ഈ സമയം ഭഗവാന്റെ മനോഗതമറിഞ്ഞ് പുഷ്പക വിമാനം അവിടെ എത്തി. കിഷ്കിന്ധയിൽ പോയി സുഗ്രീവാദികളെയും ലങ്കയിൽ നിന്നും വിഭീഷണാദികളെയും ഉടനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. രഘുനാഥന്റെ ആജ്ഞ അനുസരിച്ച് വിമാനം പറന്നു. താമസം വിന സുഗ്രീവൻ, അംഗദൻ, നളൻ, നീലൻ, സുഷേണൻ, കേസരി തുടങ്ങിയ വാനര പ്രവരന്മാരും വിഭീഷണാദികളും പരിവാരങ്ങളും വന്നു ചേർന്നു. ധ്യാനത്തിൽ കൂടി സർവവും അറിഞ്ഞ് സദാഗതി പുത്രനും ആ സമയം അവിടെ സമാഗതനായി. അപ്പോഴത്തേക്ക് എന്തോ ഒരു പ്രചോദനത്താൽ എന്ന പോലെ അയോധ്യവാസികൾ ആബാലവൃദ്ധം അവിടെ തടിച്ചുകൂടി. രാമൻ എല്ലാവരും കേൾക്കെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക, നിങ്ങൾക്ക് മംഗളമുണ്ടാകട്ടെ. ഞാൻ സ്ഥാപിച്ച രാമരാജ്യം എന്നും ക്ഷയിക്കാതെ രാമരാജ്യമായി പരിലസിക്കുന്നതിന് നിങ്ങൾ പരിശ്രമിക്കണം. ജനകാത്മജയും സുമിത്രാത്മജനും വിണ്ണവർ ലോകം പോകി ഞാനും നിങ്ങളോട് അന്തിമ യാത്ര പറയുകയാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് തുറന്നു പറയൂ, ഞാനത് സാധിച്ചു തരാം. അടിയങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല. നെന്തിരുവടി എവിടെ എഴുന്നള്ളുന്നുവോ അവിടെ അടിയങ്ങളെയും കൊണ്ടുപോകണം. ജനാവലികളുടെ ഇടയിൽ നിന്നും ഈ ഒരു ശബ്ദം മാത്രമാണ് മുഴങ്ങിക്കേട്ടത്. രാമൻ പറഞ്ഞു, ശരി, ആഗ്രഹമുള്ളവർ എന്നോട് കൂടെ പോരുക. വസിഷ്ഠനും അതിനോട് അനുകൂലിച്ചു. വിഭീഷണനും രാമന്റെ കൂടെ പോകാൻ അനുവാദം തേടി. എന്നാൽ ആചന്ദ്രതാരം ലങ്കാപതിയായി വാഴാനുള്ള അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന് അതിന് സാധ്യമാവുകയില്ലെന്ന് രാമൻ പറഞ്ഞു. അതുപോലെ ഹനുമാനും ചിരഞ്ജീവിയാണ്. അവനും രാമനാമം ഭൂതലത്തിൽ നിന്നും വിസ്മൃതമാകുന്നതുവരെ ഈ ഭൂമിയിൽ വാഴേണ്ടവനാണ്. ബാക്കിയുള്ളവർ എല്ലാവരും തൻ്റെ കൂടെ പോരട്ടെ എന്ന് രാമൻ കൽപ്പിച്ചു. അങ്ങനെ അനുജന്മാരുടെ പുത്രന്മാരെയും വേണ്ട അനുഗ്രഹങ്ങളെല്ലാം നൽകി രാജധർമ്മങ്ങളൊക്കെ ഉപദേശിച്ചു. ഒടുവില് ലവകുശന്മാരോട് പ്രത്യേകമായിട്ട് യാത്രയും പറഞ്ഞു. അച്ഛന്റെ ഓർമ്മയ്ക്കായി ഇളയച്ഛനായ ഭരതൻ പൂജിച്ച പാദുകങ്ങളെയും അമ്മയുടെ ഓർമ്മയ്ക്കായി അച്ഛൻ പൂജിച്ചുകൊണ്ടിരുന്ന സീതയുടെ സ്വർണ്ണ വിഗ്രഹത്തെയും നിങ്ങൾ എന്നാളും സൂക്ഷിക്കണം. സാക്ഷാൽ അമ്മയാണെന്നുള്ള സങ്കല്പത്തോടെ ആ കാഞ്ചന പ്രതിമയെ നിങ്ങൾ പൂജിക്കണം. ഉത്തര ദക്ഷിണ കോസലങ്ങളിലെ രാജാക്കന്മാരാണ് നിങ്ങളെങ്കിലും നിങ്ങൾ ഒന്നിച്ചു വേണം താമസിക്കുവാൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇരട്ട പെറ്റവരാണ്. അകന്നു താമസിച്ചാൽ നിങ്ങളുടെ ശക്തി കുറയും. പിന്നീട് എല്ലാവരോടും യാത്രയും ചൊല്ലി പിതാവിനെയും പൂർവികന്മാരെയും മാതാക്കളെയും ധ്യാനിച്ച് രാമചന്ദ്രൻ ഗോപുരത്തിന് വെളിയിൽ കടന്നു. അന്നു രാത്രി എല്ലാവരും അവിടെ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം അരുണോദയത്തിൽ നിത്യകർമാദികൾ കഴിഞ്ഞ് വംശദേവനായ സൂര്യനെ വന്ദിച്ച് കുലഗുരു വസിഷ്ഠനെയും നമസ്കരിച്ച് അദ്ദേഹത്തോട് വഹ്നി വാങ്ങുവാൻ പുരോഹിതന്മാരോട് ആജ്ഞാപിച്ചു. അനന്തരം യഥാവിധി പൂജകളും പ്രാർത്ഥനകളും നടത്തി രാജകൊട്ടാരത്തിന് അന്തിമാഭിവാദനം നൽകി അവസാന യാത്രയും ചൊല്ലി ജഗന്മയനായ രാമഭദ്രൻ മായാമാനുഷ്യനായി മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടു. വഹ്നിയും വഹിച്ച് പുരോഹിതന്മാർ മുമ്പേ നടന്നു. വേദങ്ങളും മന്ത്രങ്ങളും ഉച്ചരിച്ചുകൊണ്ട് മഹാബ്രാഹ്മണരും താപസവൃന്ദങ്ങളും അന്തഃപുര സ്ത്രീകളും പരിചാരികമാരും അമാത്യന്മാരും സേനാപതികളും ഉദ്യോഗസ്ഥന്മാരും അവരുടെ ബന്ധുമിത്രാദികളും അയോധ്യയിലെ രാമഭക്തന്മാരായ ആബാലവൃത്തം സ്ത്രീ പുരുഷന്മാരും സുഗ്രീവാദി വാനരന്മാരഖിലവും വിഭീഷണാദി രക്ഷോവരന്മാരും ഗുഹാദി നിഷാദ ഭക്ത സമൂഹവും പശുക്കളും പറവകളും മൃഗങ്ങളും രക്ഷിതാവായ രാമദേവനെ ഭക്തിപൂർവ്വം അനുധാവനം ചെയ്തു. വഴിനീളെ സർവമാന പേരും ആ സംഘത്തിൽ ചേർന്നു. ഒടുവിൽ എല്ലാവരും സരയൂ നദീതീരത്തിലെത്തി. ലക്ഷ്മണൻ സമാധിയടഞ്ഞ പുണ്യസ്ഥലികയിൽ രാമഭരത ശത്രുഘ്നന്മാരും ഊർമിളയും തർപ്പണാദി അന്ത്യോപചാര കർമ്മങ്ങൾ നടത്തി. രാമമന്ത്രധ്വനി അന്തരീക്ഷമാകെ ഭേദിക്കുമാറ് മുഴങ്ങിക്കൊണ്ടിരുന്നു. രാമഭദ്രൻ മാരുവില്ലു മാറിൽ അലങ്കരിച്ചു നിന്ന പശ്ചിമാകാശം ലക്ഷ്യമാക്കി പുണ്യവൈകുണ്ഠത്തെ ദർശിച്ചു. ആകെയൊരു ദിവ്യപ്രകാശം ആകാശത്തിൽ പരന്നു. സരയൂ നദിയുടെ മുകൾ ഭാഗത്ത് ഗരുഡവാഹനം പ്രത്യക്ഷപ്പെട്ടു. ജലോപരി വാനവർ അർപ്പിച്ച കൽപ്പദ്രുമജാലങ്ങൾ വിളങ്ങി.
നാരദ തുമ്പുരു ഗന്ധർവ കിംപുരുഷ ദേവവാദ്യം മുഴങ്ങി. അഖില ലോക നായകനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്റെ അവതാര നാടകത്തിലെ അന്തിമരംഗം അഭിനയിക്കാൻ ആരംഭിച്ചു. പ്രപഞ്ചം നിശ്ചലമായി. ശ്രീ രഘുപതി അഞ്ജലിബദ്ധനായി അരവിന്ദ നയനങ്ങൾ നിമീലനം ചെയ്തു. മന്ദാകിനി വക്ഷസിലേക്ക് മന്ദം മന്ദം ഇറങ്ങി. അനുജന്മാരുൾപ്പെടെ അനുഗാമികളായ സർവ്വ ആളുകളും മൃഗങ്ങളും പക്ഷികളും അദ്ദേഹത്തെ പിന്തുടർന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി. ദാശരഥിയായ മംഗളമൂർത്തി അതിൽ മുങ്ങി. സംസാരസാഗരത്തിലെ അദ്ദേഹത്തിന്റെ അവസാന നിമഞ്ജനമായിരുന്നു അത്. മറ്റെല്ലാവരും അദ്ദേഹത്തോടൊപ്പം വെള്ളത്തിൽ മുങ്ങി. ആരും പിന്നെ മേൽപോട്ട് ഉയർന്നിട്ടില്ല. രാമൻ മുങ്ങിയ സ്ഥാനത്തു നിന്നും ഒരു ദിവ്യപ്രഭ ഉത്ഗമിച്ച് ആകാശപ്പരപ്പിൽ പ്രകാശിച്ചു. പക്ഷീന്ദ്ര വാഹനവും മറഞ്ഞു. മഹേന്ദ്രാദി അമരന്മാർ ഇടവിടാതെ അപ്പോഴും പൂമാരികൾ ചൊരിഞ്ഞു. രാമചന്ദ്രനും അവരജന്മാരും വൈകുണ്ഠം പോകി വിഷ്ണുവിൽ വിലയം പ്രാപിച്ചു. കൂടെ മുങ്ങിയ രാമഭക്തന്മാർ സ്വർഗലോകം പോകി സായുജ്യ പദവും നേടി. വസിഷ്ഠൻ, ഹനുമാൻ, വിഭീഷണൻ, ശേഷിച്ച ആ 3 പേർ മാത്രം ഭഗവാന്റെ സ്വർഗാരോഹണം കണ്ട് ആത്മാനന്ദ പുളകിതരായി രാമനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ആ നദീതീരത്തിൽ കൈകൾ കൂപ്പി അചഞ്ചലരായി നിന്നു. രാമനാമം അമ്പരവീഥിയിൽ അപ്പോഴും സാന്ദ്രമധുരസ്വരത്തിൽ മുഴങ്ങുന്നതായി അവർക്ക് തോന്നി.